കെ സിക്ക് പിന്തുണയുമായി കാന്തപുരം വിഭാഗം ഹൈക്കമാൻഡിന് കത്തയച്ചു. ഫിത്തിന വണ്ണിൽ വന്നൊരു വാർത്തയാണ്. കേട്ട വാദി കേൾക്കാത്ത വാദി ഉവൈസ് അത് പൊക്കി. എന്നിട്ട് ഉവൈസ് ബാക്കി പറയും. അല്ല മുലക്കന്മാരെ, എനിക്ക് അറിയാത്തോട് ചോദിക്കണേ, നിങ്ങൾ ദീനി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇറങ്ങിയിട്ടുള്ളത്? അതല്ല നിങ്ങളെ മറ്റേ രാഷ്ട്രീയത്തിലുള്ള നേതാക്കന്മാരെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ എല്ലാവരും വന്നാൽ ഇവിടെ വീഡിയോ സതീശനോട് സിഎം ആവണം ഇവിടെ പറയുമ്പോൾ ഇവരെ കുറച്ച് മുലക്കന്മാർ ഇവിടെ ഇറങ്ങി ഇവിടെ വന്നു ഹൈക്കമാൻഡിന് വെക്കാണ്ട് കത്തയച്ചാണ്. ഹൈക്കമാൻഡിന് കത്തയച്ചാണല്ലോ. പൊന്നാര വയസ്സേ ആദ്യം ഒരു പണി ചെയ്യണേന് ഉസ്താദ് പറഞ്ഞത് എന്താ എന്നുള്ളത് ഒന്ന് കേൾക്കണമായിരുന്നു. എന്നിട്ട് വീഡിയോ ചെയ്യണമാണ്. കാളെ പറ്റുന്ന കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കല്ല. ഫിത്തിന വണ്ണിനോ വേണ്ടത് റീച്ച്, അനക്കും അതന്നെ വേണ്ടത്. ഇതിന്റെ ഉള്ളിൽ എന്താന്ന് സത്യാവസ്ഥ നോക്കണ്ട വയസ്സേ. ഇനി ഉസ്താദ് പറഞ്ഞത് കേൾക്കാൻ പറ്റും. ഒരു വിഷയത്തിൽ നമ്മൾ അഭിപ്രായം പറയുന്ന ഒരു രീതിയില്ല. അതേസമയത്ത് അദ്ദേഹം വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം ഇതിനു മുമ്പും ആന്റണിയൊക്കെ വന്നിട്ടുണ്ടല്ലോ. പിന്നെ പാർട്ടിക്ക് അവരെ കേന്ദ്രത്തിൽ ആവശ്യമുണ്ടോ, ഇവിടെയാണോ നല്ലത്, അതൊന്നും നമ്മൾ അഭിപ്രായം പറയേണ്ട ഒരു വിഷയമല്ല. പക്ഷേ 3 നേതാക്കന്മാരും കൊള്ളാവുന്ന നേതാക്കന്മാരാണ് എന്ന അഭിപ്രായം അദ്ദേഹം പരസ്യ പ്രതികരണത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം 3 പേരെയും എവിടെയാണ് വയസ്സേ കേസിക്ക് മാത്രം പിന്തുണ എന്നുള്ളത് ഒന്ന് പറഞ്ഞോണ്ടാ. 3 ആളെ ചോദിച്ചു, 3 ആളായാലും ഇവിടെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. ആരാവണം എന്നുള്ളത് അത് പാർട്ടിയുടെ തീരുമാനമാണ്. അത് നമ്മളെ തീരുമാനമല്ല എന്നേ ഇതിലുള്ളൂ. ഇനി എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമ്പോഴേക്ക് അങ്ങോട്ട് പൊന്തല്ലോ ഉവൈസേ. ഉവൈസ് അതിന്റെ ബാക്കിയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണ്ട്, അതും കൂടി കേൾക്കണം. പരിപാടികൾ ചെയ്തിട്ടാ നിങ്ങൾ ഈ ഒരു വിഭാഗം ഇതിന് മുന്നേ മറ്റേ LDF ഭാഗത്തുനിന്ന് ഇപ്പൊ കോൺഗ്രസ് കോൺഗ്രസിന്റെ ഭാഗത്തില്ല. ഏതെങ്കിലും ഒരു തോടി വെക്കാൻ കാര്യം എങ്ങനെ ഇതിന് കുറച്ച് അവിടെ കാണിടും, പിന്നെ കുറച്ച് കാണിടും. എങ്ങനെ LDF ഭാഗത്തേക്ക് നിന്ന് UDF ഭാഗത്തേക്ക് നിന്ന് ഇത് കുറേ ആയി ഇവിടെ കേൾക്കുന്നത്. ഒരു കാര്യമേ പറയാനുള്ളൂ, ഈ രാജ്യത്ത് ഭരണം ആര് വരണം, ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളല്ല. പറയാനുള്ള കാരണം LDF വോട്ട് എല്ലാ വർഷവും LDF ലഭിക്കുന്നത്, UDF വോട്ട് എല്ലാ വർഷവും UDF കിട്ടുന്നത്. പിന്നെ ഈ രാജ്യം ആര് ഭരിക്കണം, കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയുടെ അടിമകളല്ലാത്ത നിഷ്പക്ഷമായ ആളുകളാണ്. അവര് വോട്ട് ചെയ്യുന്നത് ആർക്കാണ് എന്ന് നേരത്തെ കാലത്ത് പറയണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഓരോരുത്തർ രഹസ്യമായ കാര്യമല്ലേ ഇലക്ഷനിൽ വോട്ട് ചെയ്യുക എന്നുള്ളത്. അത് പരസ്യപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ എങ്ങനെ പോസിബിൾ ആകും? എന്റെ പൊന്നു മോനെ ഒന്ന് ചിന്തിക്കുക. വാർത്താ ചാനലുകൾ സത്യം പറയുന്നവരാണെങ്കിൽ പിന്നെ അവർക്ക് പണി ഉണ്ടാവില്ലല്ലോ. അവർ ഈ എരുമ്പുളിയൊക്കെ ഒന്ന് കൂട്ടി ഒന്നും ഉഷാറാക്കുമ്പോഴല്ലേ അവർക്ക് റീച്ച് കിട്ടുള്ളൂ. അതുകൊണ്ട് ഏത് വാർത്ത കേൾക്കുമ്പോഴേക്കും അത് ശരിയാണോ തെറ്റാണോ എന്നൊന്ന് ചിന്തിക്കുക. പ്രത്യേകിച്ച് ഫിത്തിന വണ്ണ് ഒട്ടും മറക്കരുത്. ഫിത്തിന വണ്ണ് ലോക ഫിത്തിന തന്നെയാണ്. കേൾക്കുമ്പോഴേക്ക് എടുത്ത് ചാടല്ല പൊന്നു മോനോ വയസ്സ്. കുറച്ചെങ്കിലും അന്തണ്ടെങ്കിൽ ഇത് ചെയ്യൂലായിരുന്നു. അതെനിക്കില്ല എന്നുള്ളത് ഇതിലൂടെ ബോധ്യമായി. ഇനി അവിടെ നിൽക്കട്ടെ. ഇനി കേരളം ആര് ഭരിക്കണം എന്നതാണ് അടുത്ത വിഷയം. ആര് ഭരിച്ചാലും ശരി നല്ല ഭരണം മാത്രം കാഴ്ചവെക്കണം. അതോടൊപ്പം ആരാണോ അർഹതപ്പെട്ടവൻ അവൻ ഭരിക്കട്ടെ, അല്ലാത്തവർ മാറി നിൽക്കട്ടെ.